ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പഴയ വീടുകളിലൊക്കെ വാട്ടർ ഹീറ്റർ പിടിപ്പിക്കുന്ന സമയത്ത് ഈ കാര്യം മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷം പഴക്കമുള്ള വീടുകളിലൊക്കെ PVC അല്ലെങ്കിൽ ബാത്റൂം പ്ലംബ് ചെയ്തിരിക്കുന്ന PVC കൊണ്ടായിരിക്കും. ചിലപ്പോൾ വാട്ടർ ഹീറ്ററിന് മാത്രമായിരിക്കും CPVC കൊണ്ട് പ്ലംബ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ കുറച്ചുകൂടി പഴക്കമുള്ള ഇരുമ്പ് ജിയുടെ പൈപ്പൊക്കെ വെച്ചിട്ട് പ്ലംബ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ബാക്കിയുള്ള ഏരിയയൊക്കെ PVC ആയിരിക്കും. അങ്ങനെയുള്ള ഏരിയയിൽ മെയിനായിട്ട് ഇവിടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ആ ഇഷ്യൂ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് NRV ആണ്. നമ്മളെപ്പോഴും വെള്ളം കയറുന്ന ഭാഗത്ത്, അതായത് ഇൻലെറ്റിലാണ് എപ്പോഴും NRV വെച്ച് കൊടുക്കണം. NRV എന്ന് പറഞ്ഞാൽ നോ റിട്ടേൺ വാൾവ്. ഇപ്പോൾ ഈ കാണുന്ന വാട്ടർ ഹീറ്റർ പഴയ വാട്ടർ ഹീറ്ററാണ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം റിട്ടേൺ ഇറങ്ങിയിട്ട് ഈ കാണുന്ന കണക്ഷൻ ട്യൂബ് പൊള്ളച്ചിട്ട് പൊട്ടിപ്പോന്നിക്കാണ്. ഇത് കംപ്ലൈൻ്റ് ആണ് കേട്ടോ ഈ വാട്ടർ ഹീറ്റർ. അപ്പോൾ ഇത് കണ്ടോ, ഈ കാണുന്നത് പോലെ പൊള്ളച്ച് അത്രയും നല്ല രീതിയിൽ ചൂടായതുകൊണ്ടാണ് അത് പൊള്ളച്ച് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് ചൂടുവെള്ളം വരുന്ന പൈപ്പ് കൂടിയല്ല, ഇൻലെറ്റിലാണ്, ഔട്ട്ലെറ്റിലല്ല. ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചൂടുവെള്ളം ഇറങ്ങി വരുന്ന ഭാഗമാണ്. പക്ഷേ ഈ കണക്ഷൻ ട്യൂബ് ഇൻലെറ്റിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ വാട്ടർ ടാങ്കിൽ വെള്ളം കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹീറ്റായിട്ട് ഈ വെള്ളം താഴ്ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താവും, നമ്മൾ PVC ബാത്റൂമിൽ പ്ലംബ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഡാമേജ് ആവും. അപ്പോൾ നമ്മൾ ടൈൽസൊക്കെ മാറ്റി ആകെ പാടെ മാറ്റേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന തിക്നെസ്സുള്ളൊരു കണക്ഷൻ ട്യൂബാണ്. ഈ കണക്ഷൻ ട്യൂബിൽ തന്നെ ഏകദേശം 70 ഡിഗ്രി വരെ ചൂട് താങ്ങുന്ന ഒരു കണക്ഷൻ ട്യൂബ് കേട്ടോ. അപ്പോൾ അതിലേക്ക് മേലേക്ക് വന്നുകൊണ്ടാണിത് ഇങ്ങനെ ഡാമേജ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ടർ ഹീറ്റർ ഇവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നിലവിൽ ഇവിടുത്തെ പ്ലംബിങ് കംപ്ലീറ്റ് CPVC പ്ലംബിംഗ് ആണ്. അതുകൊണ്ട് വലിയ ഡാമേജ് ഇവിടെ വന്നിട്ടില്ല. എന്നാലും നമ്മളിവിടെ വാട്ടർ ഹീറ്റർ ഇതിൽ NRV ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ NRV സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പുതിയ വാട്ടർ ഹീറ്റർ 5 ലിറ്ററിൻ്റെ ഒക്കെ വാങ്ങുമ്പോൾ തന്നെ അതിൽ കാണാൻ പറ്റും NRV പ്ലസ് സേഫ്റ്റി വാൾവ് വരാറുണ്ട് കേട്ടോ. ഇതിൽ സേഫ്റ്റി വാൾവ് മാത്രമേ ഉള്ളൂ, NRV ഇൻസ്റ്റൻറ്റ് വാട്ടർ ഹീറ്ററിൽ വരില്ല. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ വാട്ടർ ഹീറ്റർ പിടിപ്പിക്കുന്നതാണെങ്കിൽ ഒരു NRV വെച്ചിട്ട് പ്ലംബ് ചെയ്യാൻ വാട്ടർ ഹീറ്റർ പിടിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലത്തെ ബാത്റൂമിലത്തെ പ്ലംബിങ്ങിന് ഡാമേജ് വരില്ല, അല്ലെങ്കിൽ ലീക്കേജും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആകെ പ്രശ്നത്തിലാവും കേട്ടോ. പിന്നെ 5 ലിറ്ററിൽ അതിൽ 10 ലിറ്ററിൻ്റെ മേലേക്ക് 15 ലിറ്ററിൻ്റെ മേലേക്ക് കമ്പനി ഓൾറെഡി തന്നെ NRV കൊടുക്കുന്നുണ്ട്. NRV പ്ലസ് സേഫ്റ്റി വാൾവ് കൊടുക്കുന്നുണ്ട്. ചില വാട്ടർ ഹീറ്ററിൽ സേഫ്റ്റി വാൾവ് മാത്രമേ ഉണ്ടാവുള്ളൂ, NRV ഉണ്ടാവില്ല. സേഫ്റ്റി വാൾവ് എന്ന് പറയുന്നത് വാട്ടർ ഹീറ്റർ ഒരു ഓവറായിട്ട് ഹീറ്റ് ചെയ്ത സമയത്ത് സേഫ്റ്റി വാൾവായി ഡാമേജ് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സേഫ്റ്റി വാൾവ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു ഇൻഫർമേഷൻ മാക്സിമം നല്ല ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.